ഇന്ന് പ്രസ് സ്റ്റോപ്പുമായി നമുക്കിപ്പോൾ ഉള്ളത് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ. സാധാരണ സൺഡേ കാണാറില്ലല്ലോ. അല്ല, ഇന്ന് ഓശാന ശേഷം വിഷു ഒക്കെ വരുമല്ലേ? ഓശാനയും ശ്രീജിത്ത് ബാലകൃഷ്ണൻ തമ്മിൽ എന്താ കണക്ഷൻ? അത് പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല, എന്നാലും ഞാനിങ്ങ് വന്നു. ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഈ നിയമസഭകളൊക്കെ പാസ്സാക്കുന്ന ബില്ലുകൾ അംഗീകാരത്തിനായി ലഭിക്കുമ്പോൾ രാഷ്ട്രപതി അവ അന്യായമായി വെച്ച് താമസിപ്പിക്കുന്നത് അധികാരപരമായ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത്. അതുതന്നെയാണ് വലിയ വാർത്തയും. പക്ഷേ ഈ വിധി വരും മുമ്പേ തന്നെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതി വിധിയെ വിമർശിച്ചൊരു വാർത്തയും വന്നിരുന്നു. അത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്ന് പത്രങ്ങൾ ഒന്നാം പേജ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് കേരളം പോലുള്ള സംസ്ഥാനത്തൊക്കെ ഈ വിധിയെ വലിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പത്രങ്ങളും സുപ്രീം കോടതി വാർത്തയും ഗവർണറെയും ചേർത്ത് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. മനോരമയിലേക്ക് തന്നെ ആദ്യം പോകാം. സുപ്രീം കോടതിയുടെ വിധിയാണ് മനോരമ. എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതിയുടെ വിധി തന്നെയാണ്. അത് കാരണം രാഷ്ട്രപതിക്കുമില്ല വീറ്റോ അധികാരം എന്നാണ് മനോരമയുടെ ഹെഡിങ്. ഈ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ, ആ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നത്, ബില്ലുകളിന്മേൽ അടയിരിക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരാഴ്ചകൾക്ക് മുമ്പ് തമിഴ്നാട് ഗവർണർ RN രവിയുമായി ബന്ധപ്പെട്ടൊരു വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കുമില്ല വീറ്റോ അധികാരം. അനുമതി വൈകിയാൽ, അതായത് നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളുടെ അനുമതി വൈകിയാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ബിൽ ഭരണഘടനാപരമോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി. അങ്ങനെ മനോരമ അക്കാര്യത്തിൽ വളരെ വിശദമായി ഒന്നാം പേജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് 11ാം പേജിലാണ് മനോരമ കുറച്ചും കൂടി വിശദമായി കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ മാതൃഭൂമി ചില പോയിന്റുകൾ ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത് അത് കുറച്ചും കൂടി പ്രസക്തമാണ്. അതുകൊണ്ട് മാതൃഭൂമിയാണ് ഒരു പക്ഷേ ആ വാർത്തയെ സമഗ്രമായി ഒന്നാം പേജിൽ വേഗത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് വേണം കാണാൻ. അതായത് ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം സുപ്രീം കോടതി. പോയിന്റ് ഇട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും ആളുകൾക്ക്. അല്ലാത്ത പക്ഷം സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. രാഷ്ട്രപതിക്ക് സമയക്രമം നിശ്ചയിക്കുന്നത് ആദ്യം എന്നുകൂടി പറയുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അത് പറയുന്നുണ്ട്. സമയക്രമം വേണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഗവർണർമാരെ ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ആളുകളാണെന്ന് നമുക്കറിയാം. പക്ഷേ രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആളുകളാണ്. എന്നാലും സമയക്രമം വേണമെന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഈ RN രവി തടഞ്ഞു വെച്ച 10 ബില്ലുകൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ നിയമമായി. അത് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയുടെ ഭാഗമാണ്. അതും ഒന്നാം പേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വിധിക്കെതിരെയാണ് കേരള ഗവർണർ പറഞ്ഞിട്ടുള്ളത്. അത് മനോരമ ഒരുപക്ഷെ ഒന്നാം പേജിൽ തന്നെയാണ്, പക്ഷേ ഈ വാർത്തയോട് ചേർത്ത് വെച്ചിട്ടില്ല, തൊട്ട് മുകളിലാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും മാതൃഭൂമി അത് വളരെ സമഗ്രമായി നന്നായി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടത് 2 ജഡ്ജിമാരല്ല എന്ന കാര്യമാണ് ഗവർണർ പറഞ്ഞിട്ടുള്ളത്, കേരള ഗവർണർ. അത് വളരെ വിശദമായ കാര്യമാണ്. അദ്ദേഹം ഒരു നിയമപ്രശ്നമൊക്കെ അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഭരണഘടനാപരമായ വിഷയങ്ങൾ 2 ജഡ്ജിമാർ ചേർന്നിരുന്നത് സുപ്രീം കോടതിയിൽ തീരുമാനിക്കുന്നത്? ഭരണഘടനാ ബെഞ്ചാണ് തീരുമാനിക്കേണ്ടത്. ആ രൂപത്തിൽ. അത് മാത്രമല്ല, ഭരണഘടനാ ഭേദഗതി ആണെങ്കിൽ പാർലമെൻറ്റാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നൊക്കെ ഗവർണർ പറഞ്ഞിരുന്നു. അതിനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒന്നാം പേജ് വാർത്ത. പക്ഷേ ഇതിനകത്ത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, മനോരമ അക്കാര്യത്തിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബിൽ ഭരണഘടനാപരമോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി തന്നെ പറഞ്ഞാണ് അക്കാര്യം. അത് ഗവർണർക്കുള്ള മറുപടി കൂടിയാണ്. ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോടതി ജഡ്ജിമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും അത് ഗവർണർക്കുള്ള മറുപടി കൂടിയാണ്. അപ്പോൾ ആ നിയമപ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല, ഗവർണർ ഉന്നയിച്ച പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല എന്ന് മനോരമ ഒന്നാം പേജിൽ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ബിൽ ഭരണഘടനാപരമോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി തന്നെയാണെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചുറപ്പിക്കുന്നു. അതോടുകൂടി ഈ വാർത്തയെ പക്ഷേ സമഗ്രമായി തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. 11ാം പേജിൽ മനോരമ വളരെ വിശദമായി ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാതൃഭൂമിയും ആ രൂപത്തിൽ തന്നെ വളരെ വിശദമായി കാണിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വേഗത്തിൽ നിന്ന് പോയി വരാം. മറ്റ് പത്രങ്ങൾ ഒന്നാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുള്ള വാർത്ത തന്നെയാണത്. ദേശാഭിമാനി കുറച്ചും കൂടി, ദേശാഭിമാനിയും മാധ്യമവും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അക്കാര്യം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മാധ്യമത്തിൽ തീരുമാനം 3 മാസത്തിനകം വേണമെന്ന് മാധ്യമം പറയുന്നുണ്ട്. ഒപ്പം സമയപരിധി രാഷ്ട്രപതിക്കുമെന്ന് സുപ്രഭാതം അടക്കം ഒന്നാം പേജിൽ. ദീപിക 3ാം പേജിലേക്കാണ് വാർത്ത മാറ്റിയിട്ടുള്ളത്. പക്ഷേ 3ാം പേജിലാണെങ്കിലും വളരെ വിശദമായി രാഷ്ട്രപതിക്കും സമയപരിധി ആ രൂപത്തിൽ നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മനോരമയുടെ 11ാം പേജിലേക്ക് നമുക്ക് വേഗത്തിലൊന്ന് പോയി വരാം. അതായത് ഈ ബില്ലുകളുടെ അംഗീകാരം ഭരണഘടനാ വ്യവസ്ഥകൾക്ക് മാറ്റമില്ല. അതായത് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ സമയപരിധി ഉത്തരവ് വിശദീകരിക്കുന്നുണ്ട് സുപ്രീം കോടതി. അത് വളരെ വിശദമായി മനോരമ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി അക്കാര്യത്തിൽ കുറച്ചും കൂടി വിശദമായി 5ാം പേജിൽ ബില്ലുകൾ വൈകൽ, അതായത് ബില്ലുകൾ അംഗീകരിക്കാനാവില്ല, ആ രൂപത്തിൽ ഈ ഗവർണർമാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രപതിക്ക് കൂടി അധികാരം മാറ്റുമ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട് വളരെ നിർണായകമാണ്, വ്യക്തമാണ്, കൃത്യമാണ് ാണ് പത്രങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നത്. പത്രം വായിച്ചപ്പോൾ മറ്റൊരു വാർത്തയിലേക്കാണ്. പത്രം വായിച്ചപ്പോൾ ആകർഷകമായൊരു ഹെഡിങ് ഉൾപേജിൽ, മനോരമയാണ് കുറച്ചും കൂടി ആകർഷകമായ ഹെഡിങ് ഇടുന്നത് നമുക്കറിയാം. അത്
വളരെ രസകരമായൊരു ഹെഡിങ് മനോരമയുടെ 11-ാം പേജിൽ കണ്ടപ്പോൾ ആ വാർത്തയിലേക്ക് വേഗം കണ്ണോടിച്ചു. ആ വാർത്ത വളരെ വളരെ രസകരമായ വാർത്തയല്ല, രാഷ്ട്രീയ വാർത്തയാണ്. പക്ഷേ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പിന്തുണ മുന്നണി ആകാനില്ല. അത് കുറച്ചും കൂടി മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ താഴേക്ക് വായിക്കണം. CPM-ന് CPI-യുടെ രാഷ്ട്രീയ സന്ദേശം, അതാണ് വാർത്ത. പിന്തുണ മുന്നണി ആകാനില്ല എന്നുള്ളതാണ് ആ ഹെഡിങ്. അതായത് CPI-യുടെ പിന്തുണയോടുകൂടി എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് പോകുന്നൊരു മുന്നണി വേണ്ട എന്ന് CPI പറഞ്ഞതായിട്ടാണ് വാർത്ത. CPM-ന് മുഖ്യമന്ത്രിക്കും കീഴ്പ്പെട്ട പാർട്ടി ആകരുതെന്ന് CPI-യിൽ അഭിപ്രായം. അങ്ങനെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് LDF-ൽ നിന്ന് കിട്ടിയ പിന്തുണ മകളുടെ കേസിൽ പ്രതീക്ഷിക്കേണ്ട എന്ന സന്ദേശമാണ് CPI നൽകുന്നത്. CPM ആ പ്രഖ്യാപനത്തിൽ വ്രണിതരാണ്. അതായത് CPM-ന് അക്കാര്യത്തിൽ വലിയ വിഷമമുണ്ടെന്ന് കൂടി മനോരമ പറഞ്ഞു വെക്കുന്നുണ്ട്. നേരെ മറിച്ച് മാതൃഭൂമി അക്കാര്യത്തിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് 5-ാം പേജിൽ. തലവാചകം അത്ര മനോഹരമല്ലെങ്കിൽ പോലും വാർത്ത നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. വാക്കിൽ തെറ്റി CPM-ഉം CPI-യും. അതായത് ഇവിടെ പിന്തുണ മുന്നണിയാണെങ്കിൽ ഇവിടെ ഒരു വാക്കിൽ തെറ്റിയാണ്. ആ വാക്ക് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതാണ്. ബിനോയ് വിശ്വം പറഞ്ഞതിന് ഇന്നലെ അതേ നാണയത്തിൽ തന്നെ മന്ത്രി ശിവൻകുട്ടി മറുപടി നൽകിയിട്ടുണ്ട്. ആ രൂപത്തിൽ വാക്കിൽ തെറ്റി CPM-ഉം CPI-യും. അത് CMRL കേസാണ്, മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട കേസാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയായ CMRL ഇടപാട് കേസിൽ ഇടതുമുന്നണിയിൽ 2 പ്രധാന കക്ഷികളായ CPM-ഉം CPI-യും തമ്മിൽ തർക്കമെന്നാണ് മനോരമയും മാതൃഭൂമിയും പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ദേശാഭിമാനിക്ക് മറുപടി കൊടുക്കാതെ നിർവാഹമില്ല. അതും കൂടി നമുക്കൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. നിലപാടുകൾ വ്യക്തം, എന്നിട്ടും കുത്തിത്തിരിപ്പിന് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് നടത്തുന്നുവെന്നാണ് ദേശാഭിമാനി പറയുന്നത്. സർക്കാരിനും LDF-നും ഒന്നും പറയാനില്ലാത്തപ്പോൾ ഭിന്നത എന്ന് വരുത്താൻ മാധ്യമങ്ങളുടെ പാഴ്ശ്രമം. അതായത് നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് വേറെ എന്തെങ്കിലും ആക്കേണ്ടെന്ന് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. അത് മറ്റാരും കൊടുത്തിട്ടില്ല. ദേശാഭിമാനി വളരെ വിശദമായി CPM-നുമായി ബന്ധപ്പെട്ടുള്ള എതിർസ്വരമായതുകൊണ്ടും CPI-ക്കും CPM-ഉം തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ദേശാഭിമാനി കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ വിശാല സമ്മേളനം, AICC പ്രവർത്തക സമിതിയും വിശാല സമ്മേളനവുമൊക്കെ അഹമ്മദാബാദിൽ നടന്നിരുന്നു. ആ അഹമ്മദാബാദിൽ നടന്നതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ കോൺഗ്രസിൽ എന്താണ് നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ വലിയ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് അഹമ്മദാബാദിൽ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ തുടർച്ച എന്താണെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആ ആകാംക്ഷയ്ക്ക് മാതൃഭൂമി മറുപടി പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ് 5-ാം പേജിൽ: കോൺഗ്രസ് നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇതുവരെ കോൺഗ്രസ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ലേ എന്ന് വേണമെങ്കിൽ ഈ ഹെഡിങ് കണ്ടാൽ തോന്നാവുന്നതാണ്. എന്നാലും കുഴപ്പമില്ല. കോൺഗ്രസ് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് 5-ാം പേജിലെ വിശദമായ വാർത്ത. 10 ദിവസത്തിനുള്ളിൽ DCC പ്രസിഡന്റുമാർക്ക് പരിശീലനം. ഒരു കൗതുകമുള്ള വാർത്തയാണ്. അതായത് DCC പ്രസിഡന്റുമാർക്ക് ഇനി രാഷ്ട്രീയ പരിശീലനമൊക്കെ നൽകാൻ പോവുകയാണ്. മാധ്യമങ്ങളുമായി നല്ല ബന്ധം വേണം. ഇതിൻ്റെ പരീക്ഷണം ആദ്യം ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ആദ്യകാലത്ത് തുടങ്ങിയത്. മഹാത്മാഗാന്ധി തുടങ്ങി വെച്ചതാണത്. എന്തായാലും ഇനി വീണ്ടും തുടങ്ങുന്നത് നല്ലതാണ്. കോൺഗ്രസ് അങ്ങനെ നന്നായി വരട്ടെ എന്നാണ് മാതൃഭൂമി ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. ആശയപ്രചരണ കോൺഗ്രസ് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇത്രയും രസകരമായിട്ടൊന്നും മനോരമ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മനോരമ അഹമ്മദാബാദ് പ്രമേയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് സംഘടനാ രൂപീകരണ യജ്ഞം പ്രഖ്യാപിച്ചു. അതായത് സംഘടനാ രൂപീകരണത്തിന് ഒരു വലിയ യജ്ഞമാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. അത് വിശദമായി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം മനോരമ പറയുന്നുണ്ട്. എന്തായാലും DCC അധ്യക്ഷന്മാർക്ക് AICC നേരിട്ട് കത്തയക്കുന്നു. ആ രൂപത്തിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഉള്ള പ്ലാനിനെക്കുറിച്ച് മാതൃഭൂമി മനോരമയും വളരെ വ്യക്തമായും സമഗ്രമായും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നടന്ന ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് കോഴിക്കോട് രൂപത അതിരൂപതയായി പ്രഖ്യാപിക്കുന്നു. അത് ഏതാണ്ട് എല്ലാ പത്രങ്ങളും വളരെ മനോഹരമായി സ്വാഭാവികമായും 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പായി മാറുന്നു. ഇതുവരെ ബിഷപ്പായിരുന്നു. രൂപത അതിരൂപതയായി മാറുമ്പോൾ ബിഷപ്പ് ആർച്ച് ബിഷപ്പായി മാറും. അത് വളരെ വലിയ വാർത്തയായിട്ട് മാതൃഭൂമി അവരുടെ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിസ്മയങ്ങളുടെ ദൈവം നൽകിയ അനുഗ്രഹമെന്നാണ് ബിഷപ്പ് ചക്കാലക്കൽ പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി അംഗീകരിച്ച് വിവരം അറിഞ്ഞ പാടെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവിടെ ഓടിയെത്തി. KC വേണുഗോപാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരം വാർത്തകൾ കൂടി വളരെ വിശദമായി ഫോട്ടോ സഹിതം കൊടുക്കാൻ പത്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാനാണ് ഞാനിത് ഇതെടുത്തത്. മനോരമ 11-ാം പേജ് ഏതാണ്ട് പൂർണ്ണമായും അതിലേക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളെന്നാണ് പറയുന്നത്. മാതൃഭൂമിയും വളരെ വിശദമായി അക്കാര്യം നൽകുന്നുണ്ട്. ഏതാണ്ട് എല്ലാ പത്രങ്ങളും മാതൃഭൂമി 10-ാം പേജ് സമ്പൂർണ്ണമായി നൽകിയിട്ടുണ്ട്. വളരെ വിശദമായി തന്നെയാണ് അക്കാര്യത്തിൽ പറയുന്നത്. ദേശാഭിമാനി 1-ാം പേജിലും പിണറായി വിജയൻ വന്ന ചിത്രം അവസാന പേജിലും കൊടുത്ത് അതിനെ ദേശാഭിമാനിയും അതിനെ സമഗ്രമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദീപിക സ്വാഭാവികമായും ദീപികയുടെ 1-ാം പേജ് വാർത്തയാണ്. കോഴിക്കോട് അതിരൂപതയായി ചക്കാലക്കൽ ആർച്ച് ബിഷപ്പ് എന്ന് ദീപികയും പറയുന്നു. ഒട്ടും കുറച്ചിട്ടില്ല മാധ്യമം കോഴിക്കോടിനെ അതിരൂപത എന്ന 1-ാം പേജിൽ മാധ്യമവും പറയുന്നു. എന്തായാലും വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപതയാകുന്നു. വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പ് ആകുമ്പോൾ വലിയ കാര്യമായി അതിനെ എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പത്രങ്ങളുടെ 1-ാം പേജ് മറ്റ് പത്രങ്ങളുടെ ഒന്നും 1-ാം പേജിൽ ഇല്ലാത്തൊരു വാർത്ത. കേരളകൗമുദി അക്കാര്യത്തിൽ മികച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു. അവരുടെ 1-ാം പേജിൽ മറ്റ് പത്രങ്ങൾക്കില്ലാത്തൊരു വാർത്ത ഉൾപ്പെടുത്താൻ എല്ലായ്പ്പോഴും ശ്രമിക്കാറുണ്ട്. അതും പ്രധാനപ്പെട്ടൊരു വാർത്ത. ആ വാർത്ത ഇങ്ങനെയാണ്:
CBI അന്വേഷണം നമ്മളെപ്പോഴും അറിയുന്നതാണ്. എന്ത് കാര്യത്തിനും CBI അന്വേഷണം വേണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഹൈക്കോടതികളോട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് CBI അന്വേഷണം അസാധാരണ സന്ദർഭത്തിൽ മാത്രം മതിയാകും. അത് മാർഗ്ഗനിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏത് കേസും CBIക്ക് വിടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകും, കാരണം CBI ആണ് ഇതിൽ ഏറ്റവും അവസാനത്തെ വാക്ക്. അതുകൊണ്ട് പക്ഷേ അങ്ങനെയല്ല, അസാധാരണമായ സന്ദർഭത്തിൽ മാത്രം CBI അന്വേഷണം മതിയെന്ന വാർത്ത വളരെ വിശദമായി കേരള കൗമുദി 1-ാം പേജ് നൽകിയിട്ടുണ്ട്. അവരുടെ 1-ാം പേജ് വാർത്ത സ്വാഭാവികമായി നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഇത്തവണ അവർ ആവർത്തിക്കുന്നുണ്ട്. ഈ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമില്ല എന്നും വർഗീസ് ചക്കാലക്കലിൻ്റെ വാർത്തയും CPM സംഘർഷമൊക്കെ നിൽക്കുമ്പോൾ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 1-ാം പേജ് അതിനായിട്ട് നൽകിയിട്ടുണ്ട്. ചെറിയ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1-ാം പേജാണ്, വളരെ സമഗ്രമാണ് 1-ാം പേജ്. ആ 1-ാം പേജിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയുണ്ട്. അതായത് സ്റ്റേറ്റ് ഓൾ സെറ്റ് ടു ഹൈക്ക് റിവാർഡ് ഫോർ റിപ്പോർട്ടിംഗ് ഇല്ലീഗൽ വേസ്റ്റ് ഡംപിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തകളിലൊന്നാണ്, നമ്മുടെ ഗായകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും വേസ്റ്റ് കായലിലേക്ക് എറിയുന്നു. അതൊരു വീഡിയോയിൽ പിടിക്കുന്നു. അത് മന്ത്രി എം പി രാജേഷിനെ അറിയിക്കുന്നു. അത് അദ്ദേഹത്തിന് ഫൈൻ ഈടാക്കുന്നു. ഇനി ഫൈൻ ഈടാക്കിയാൽ ആ കിട്ടുന്ന ഫൈനിൻ്റെ 25% എമൗണ്ട് ഈ വിവരം അറിയിക്കുന്ന ആൾക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇനി പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടുപിടിച്ച് സർക്കാരിനെ അറിയിച്ചാൽ, പ്രത്യേകിച്ചും തദ്ദേശ വകുപ്പിനെ അറിയിച്ചാൽ, പഞ്ചായത്തുകളെ അറിയിച്ചാൽ, മുനിസിപ്പാലിറ്റി അറിയിച്ചാൽ, ആ അറിയിക്കുന്ന ആൾക്ക് ആ സർക്കാർ ഈടാക്കുന്ന പിഴയുടെ 25% കിട്ടുമെന്നൊരു വാർത്ത സന്തോഷകരമായ വാർത്തയാണ്. പക്ഷേ മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് അത്ര നല്ല സുഖകരമായ വാർത്തയല്ല. ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അത് ഇന്ത്യൻ എക്സ്പ്രസ് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റ് മലയാള പത്രങ്ങൾ നൽകിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഉൾപേജിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സേതു, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പത്ര അവലോകനം എന്ന് പറയാം. ഓക്കെ ശ്രീജിത്ത്, അപ്പോൾ നമുക്കിനി നാളെ വീണ്ടും പ്രസ് ട്യൂബുമായിട്ട് കണ്ടുമുട്ടാം.